വെറുതെ കറങ്ങുന്ന കസേരയിൽ ഇരുന്നിട്ടല്ല ഞങ്ങൾ സാലറി ചോദിക്കുന്നത്. ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ മാനേജ്മെന്റ് കാണുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം ഇതുവരെ മാനേജ്മെന്റ് പറഞ്ഞൊരു നടപടികൾ ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്ത് പറ്റത്തുള്ളൂ. ഒരു വെയിലത്തെ ഇങ്ങനെ ഇരുന്നിട്ടും ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇതുവരെ. ആരും ഒരു സമാധാന ചർച്ചയ്ക്ക് ഒന്നും വിളിച്ചിട്ടുമില്ല. 30 ദിവസമോ 60 ദിവസമോ 90 ദിവസം ആയാലും ശരി ഞങ്ങളിവിടെ നിൽക്കും. 1.5 വയസ്സുള്ള ഒരു കൊച്ചു എനിക്കുണ്ട്. അതിനെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് വന്നത്. പെർ ഡേ 1500 രൂപ വെച്ച് നഴ്സിംഗ് ചാർജ് മേടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഡ്യൂട്ടി ആണെങ്കിൽ അതിന് വേറെ സെപ്പറേറ്റ് ചാർജ് മേടിക്കുന്നുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ല. ദിവസവേതനം ചോദിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന നേഴ്സുമാർ പുച്ഛിക്കുന്ന ഒരു നിലപാടാണ് സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകളായിട്ടുള്ള KPH പോലെയുള്ള അസോസിയേഷൻ സ്വീകരിക്കുന്നത്. നമസ്കാരം. സംസ്ഥാനമൊട്ടാകെ നേഴ്സുമാർ പണിമുടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം VPS ലേക്ക് ഷോർ ആശുപത്രിയുടെ മുന്നിലാണ്. അതിൻ്റെ മെയിൻ ഗേറ്റിന് മുന്നിലാണ് 500ഓളം UNA അംഗങ്ങളായിട്ടുള്ള നേഴ്സുമാർ പണിമുടക്ക് നടത്തുന്നത്. 700ഓളം നേഴ്സുമാരാണ് ഇവിടെ ഉള്ളത്. അതിൽ 500ഓളം പേരാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിൽ ഇവിടെ ഇരുന്ന് ഈ പൊരിവെയിലും അവർ തളരാതെ ആവേശത്തോടെ ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരുടെ അവകാശം നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഈ ഒരു സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ശക്തമായ സമരമാണ് UNA സംസ്ഥാനമൊട്ടാകെ ഇപ്പോൾ നടത്തി വരുന്നത്. ഇതിൽ ഏതാനും 200-250ഓളം ആശുപത്രികൾ മാത്രമാണ് നിലവിൽ ഈ ശമ്പള പരിഷ്കരണം നടത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ആശുപത്രികൾ കൂടി, അതായത് KPHയുടെ കീഴിലുള്ള ആശുപത്രികളാണ് ഈ കൂടുതലും ഇതിനകത്ത് സഹകരിക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിവിടെ വലിയ രീതിയിൽ ഇവർ ഈ ഒരു പ്രതിഷേധം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ അടിസ്ഥാന സാലറി കൂട്ടുന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇതുവരെയായിട്ട് ഞങ്ങളുടെ മാനേജ്മെന്റ് ഞങ്ങൾക്കെതിരെ ഒരു പ്രതികരണം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നവരെ ഞങ്ങൾ സമരം തുടരാനത്. ഞങ്ങൾ വെറുതെ കറങ്ങുന്ന കസേരയിൽ ഇരുന്നിട്ടല്ല ഞങ്ങൾ സാലറി ചോദിക്കുന്നത്. ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ മാനേജ്മെന്റ് കാണുകയും ചെയ്തതാണ്. എന്നിട്ട് ഞങ്ങൾക്കെതിരെ ഒന്നും നിൽക്കുന്നില്ല. ഇന്റർനാഷണൽ നേഴ്സസ് ഡേക്ക് എല്ലാവരും നേഴ്സുമാരെ പുകഴ്ത്തുന്നതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ആരും പുകഴ്ത്താട്ടെ? ഈ കാണുന്ന ഓരോ മാനേജ്മെന്റും ഇന്റർനാഷണൽ നേഴ്സസ് ഡേ എന്ന നേഴ്സുമാർക്ക് പുകഴ്ത്തിക്കൊണ്ട് ഓരോ പോസ്റ്റ് ഇടുന്നവരാണ്. ആ ഒരു ദിവസം മാത്രമല്ല ഞങ്ങൾ ജോലി ചെയ്യുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ ജോലി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഞങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത്? ഈ അടിസ്ഥാന സംഭവമാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂട്ടി തരാതിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങളത് ആരുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങൾ നേടിയെടുക്കുന്നവരെ ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും. അവരുടെ അവകാശം നേടുന്നത് വരെ അവർ പോരാട്ടം നടത്തും എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാലറി കൂട്ടി കെട്ടുക. ഞങ്ങൾക്ക് മിനിമം ആയിട്ടുള്ള സാലറി ഉണ്ട്. ഞങ്ങളുടെ ജോലി ഒരുപാട് ഇപ്പം കഷ്ടപ്പാടുകളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വേതനം. പിന്നെ ഇതൊരു സൂചനയാണ്. ഈ സമരം ഞങ്ങളുടെ ആവശ്യം നടന്നില്ലെങ്കിൽ ഇനിയും സമരം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ താല്പര്യം. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്റ്റാഫുകൾ ഇറങ്ങിയിട്ടുണ്ടോ? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും സ്റ്റാഫുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള സ്റ്റാഫുകാരെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. ബാക്കിയുള്ള സ്റ്റാഫുമാരെല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. വലിയ ശക്തമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു സമരം ഇവിടെ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്. ചേച്ചി, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? 40,000 രൂപ ഞങ്ങൾക്ക് സാലറി അത് ഇൻക്രിമെന്റ് ചെയ്യുക. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതുവരെ ഈ വെയിലത്ത് നിങ്ങൾ ഇരിക്കും. എന്തായാലും ഇരിക്കും. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം ഇതുവരെ മാനേജ്മെന്റ് പറഞ്ഞൊരു നടപടികൾ ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്ത് പറ്റത്തുള്ളൂ. ഒരു വെയിലത്തെ ഇങ്ങനെ ഇരുന്നിട്ടും ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇതുവരെ. ആരും ഒരു സമാധാന ചർച്ചയ്ക്ക് ഒന്നും വിളിച്ചിട്ടുമില്ല. അപ്പോൾ അത് വിളിക്കുന്നവരെയും എല്ലാവരും ഇങ്ങനെ തന്നെ തുടരാനാണ് താല്പര്യം. ഇപ്പം ഞങ്ങളാണെങ്കിൽ 6 മണിക്കൂർ ഡ്യൂട്ടി എടുത്ത് പോകുന്നവരാ. അപ്പം അങ്ങനെയല്ല, ഞങ്ങൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഒഴിവാക്കി ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ആവശ്യം നിറവേറ്റിയിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. അതുതന്നെയാണ് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേതനമാണ് ചോദിക്കുന്നത്. ഞങ്ങൾ പേഷ്യൻസിനെ നോക്കുന്നുണ്ട്. അതിൻ്റെതായ രീതിയിൽ നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങൾക്കും നമുക്കുണ്ട്, അവഗണനകൾ കിട്ടാറുണ്ട്. എന്നിട്ടും നമുക്ക് അതിൻ്റെതായ ഒരു മൂല്യം കിട്ടാത്തപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സമരത്തിന് വന്നിരിക്കുന്നത്. അത് കിട്ടണവരെ നമ്മൾ ഇവിടെ നിന്ന് സമരം ചെയ്യാനാണ് നമ്മളെല്ലാവരും ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം? അവരിതുവരെ നമ്മളെ ഒന്നിനും വിളിച്ചിട്ട് പോലും ഇല്ല. ഒരു കാര്യത്തിനും ചർച്ചയ്ക്കാകട്ടെ എന്തിനാകട്ടെ നമ്മൾക്ക് ഇതുവരെ അവർ ഇതിലെ കൂടെ രാവിലെ പോകുമ്പോൾ കാണുന്നവരെ ഉണ്ട് നമ്മളെ. അത് പക്ഷേ നമ്മളെ ഇതുവരെ ഒരു കാര്യത്തിനും അവർ നമ്മളെ വിളിച്ചിട്ടില്ല. തീർച്ചയായിട്ടും മാനേജ്മെന്റ് അനുകൂലം ഉണ്ടാകുന്നവരെ ഇവിടെ ഇരിക്കാനാണ് തീരുമാനം.
സ്ട്രോങ് ആയി തന്നെ കണ്ടിന്യൂ ആണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള നമുക്ക് സാലറി കിട്ടുന്നില്ല. നമുക്കിപ്പോൾ പുറം രാജ്യങ്ങളെല്ലാവരും പോകുന്നത് തന്നെ ഇവിടെ സാലറി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കുട്ടികളും ഫാമിലി ഒത്തിരി ഇഷ്യൂസ് ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ നഴ്സുമാരും സ്ട്രോങ് ആയിട്ട് ഇരിക്കണമെന്നാണ് അഭിപ്രായം. അതിൽ കുറേ പേര് അകത്ത് കയറി കുറേ പേര് പുറത്ത്, എല്ലാവരും സ്ട്രോങ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം. വളരെ അധികം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഒരു സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത് ലേക്ക് ഷോറിൻ്റെ മുന്നിൽ. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങൾക്ക് സാലറി കൂട്ടിയിട്ടില്ല കേട്ടോ. 7 വർഷം മുമ്പായിരുന്നു ഗവൺമെൻറ്റിൻ്റെ റൂൾ ഇറക്കിയത്. അതിനിപ്പുറം ഞങ്ങൾക്ക് സാലറി കൂട്ടിയിട്ടില്ല. 20,000 രൂപയാണ് ഞങ്ങൾക്ക് ബേസിക് സാലറി പറഞ്ഞേക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾക്ക് അതിന് കിട്ടണം. അതുതന്നെ ഞങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള സാലറി കിട്ടുന്നത്. 40,000 രൂപയാണ് ഇപ്പോൾ ഞങ്ങൾ അടിസ്ഥാന ശമ്പളം ഞങ്ങൾ പറയണത്. ആ സാലറി ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവത്തുള്ളൂ. കാരണം ഞങ്ങൾ വെറുതെ ഇരുന്നിട്ട് മേടിക്കുന്ന സാലറി അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജോലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പെട്ട പണി തന്നെയാണ്. ഞങ്ങളുടെ വീട്ടുകാരോട് ഒത്ത് ചെലവഴിക്കാനുള്ള വെറും തുച്ഛമായിട്ടുള്ള സമയം മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അതിലുപരി ഞങ്ങൾ ഇവിടെ പേഷ്യൻസിനെ നോക്കുന്നുണ്ട്. ഒരാൾക്ക് ഞാൻ വെച്ചാൽ ചില സമയത്ത് ചില വാർഡുകളിൽ സ്റ്റാഫിനെ പോലും യൂണിഫോം ഇടുന്നില്ല. ഒത്തിരി പേര് ഇപ്പോൾ മറ്റു അനവധി സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതിന് നമുക്ക് ഇനഫ് സ്റ്റാഫിനെ ഇവരെടുക്കുന്നില്ല. കഷ്ടപ്പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യണം. അതിനൊന്ന് ഓവർ ടൈം തരുമോ? ഓവർ ടൈമിൻ്റെ ഒരു പൈസ തരുമോ? അതില്ല. നമുക്ക് എക്സ്ട്രാ ഓഫ് നമുക്ക് കിട്ടുമായിരിക്കും. ആ ഓഫ് കിട്ടണത് തന്നെ പിന്നീട്, അതായത് സ്റ്റാഫ് അടുത്ത ആൾക്ക് വരട്ടെ എന്നുള്ള രീതിയിലാണ് ഇവർ പറയണത്. സാലറി ഇപ്പം മെയിനായിട്ട് പറയണത് 40,000 രൂപ ഞങ്ങളുടെ അടിസ്ഥാന ശമ്പളമാക്കണം. ആ 40,000 അടിസ്ഥാന ശമ്പളമാക്കാതെ ഈ ഒരു പ്രസ്ഥാനം, അതായത് UN എന്നുള്ളൊരു പ്രസ്ഥാനത്തിൽ നിന്ന്, ഈ ഒരു സ്ട്രൈക്കിൽ നിന്ന് ഞങ്ങൾ മാറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇതൊന്നും മാറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. 40,000 രൂപ അതിപ്പോൾ 30 ദിവസമോ 60 ദിവസമോ 90 ദിവസം ആയാലും ശരി ഞങ്ങളിവിടെ നിൽക്കും. 1.5 വയസ്സുള്ള ഒരു കൊച്ച് എനിക്കുണ്ട്. അതിനെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് വന്നത്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 6 മണിക്കൂർ 7 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകാം. 6 മണിക്കൂറാണ് ഞങ്ങളുടെ മെയിനായിട്ട് ഡ്യൂട്ടി വരുന്നത്. 3 മണിക്കൂറാണ് ഇപ്പോൾ കറക്റ്റ് പറയണത്. അതായത് 6 മണിക്കൂർ നൈറ്റ് 12 മണിക്കൂർ. ഇവിടെ നൈറ്റിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് ചില സമയത്ത് 10 മണി, ചില സമയത്ത് 11 മണി. ആരും അതൊന്നും ചിന്തിക്കണമൊന്നുമില്ല. ഞങ്ങളുടെ കൊച്ച് ആ സമയത്ത് ഫീഡ് കൊടുക്കണ കൊച്ചവിടെ ഒറ്റയ്ക്ക് കിടക്കുക. മനസ്സിലായ? അതിനെ നോക്കണത് നമ്മുടെ ഫാമിലീസാണ് നോക്കണത്. ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിന് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ പാകത്തിന് സ്റ്റാഫിനെ ഞങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ പറയുന്നത് 40,000 രൂപ അത് ഞങ്ങൾക്ക് തന്നേ തീരും. അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ജീവൻ മരണം ഞങ്ങൾ പോരാടും. ഞങ്ങളിപ്പോൾ കൊച്ചിനെ ഞങ്ങൾ അവിടെ ഇട്ടിട്ട് വന്നേക്കണേ. അപ്പോൾ പറയും നിങ്ങൾ ഡ്യൂട്ടി ചെയ്യാൻ നേരത്ത് നിങ്ങൾ കൊച്ചുങ്ങളിടണേ. അത് മാത്രമല്ലല്ലോ ചേട്ടാ, നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും അവിടെ ചെല്ലുന്നുണ്ട്, കൊച്ചുങ്ങളെ കുറച്ച് നേരം കാണുന്നുണ്ട്. മനസ്സിലായ? പക്ഷേ ഇപ്പോൾ ഇത്ര നേരം ഇരിക്കുന്നത് നമ്മുടെ മാനേജ്മെൻറ്റിന് കണ്ണു തുറക്കണം. ഇതിപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ അല്ല, കേരള സർക്കാർ കണ്ണു തുറക്കണം. കാരണം ഗവൺമെൻറ്റിൽ സാലറി കൂട്ടുന്നുണ്ട്. ഫ്രഷേഴ്സ് ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു അടിസ്ഥാന ശമ്പളം എന്ന് പറഞ്ഞാൽ 30,000 കൂടുതൽ 35,000 കൂടുതൽ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ സാലറി ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സാലറിയുടെ ഒരു ഇതെടുത്ത് കാണിച്ചു തരാം. 20,000 22,000 രൂപയാണ് ഞങ്ങൾക്കുള്ള സാലറി. 14-15 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇതുവരെ എൻ്റെ അടിസ്ഥാന ശമ്പളം ടോട്ടൽ സാലറി കിട്ടുന്നത് 30,000 രൂപ. വേറെ ഈ കേരളത്തിൽ മാത്രമാണ് ഇത്ര ഇത് കിട്ടുന്നത്. ഞങ്ങൾക്കത് പോരാ. ഞങ്ങൾക്ക് 40,000 രൂപ. വർദ്ധിച്ചു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് ഉള്ളത്. ഒരു അരി മേടിക്കാനായിട്ട് ഇതിൻ്റെ അപ്പുറം പൈസ കൊടുക്കണം അല്ലേ? നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മൾക്കൊരു മാസത്തിൽ നമ്മൾക്കൊന്ന് ഔട്ടിങ്ങിന് പോകണം. ഔട്ടിങ്ങിന് വേണ്ട, ഒരു നേരത്തെ ഫുഡ് മേടിച്ച് അവർക്ക് പുറത്ത് കൊടുക്കണതിന് കുറഞ്ഞത് ഒരു 2,000-3,000 രൂപ നമ്മൾക്ക് ഫാമിലി, അതായത് ഭർത്താവിനും ഭാര്യയ്ക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ പോലും ഇത് കൂടുതൽ പൈസ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 40,000 രൂപ ഞങ്ങളുടെ അടിസ്ഥാന ശമ്പളമാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. അതിൽ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഒത്തൊരുമിക്കണവരെ ഞങ്ങൾ ഈ സമരം നിൽക്കും. ജയ് UN. ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ടോട്ടൽ എത്ര വർഷം? 17 വർഷമായി. 17 വർഷം കൊണ്ട് എന്ത് സമ്പാദിച്ചു? ഒന്നും സമ്പാദിച്ചില്ല. സമ്പാദിക്കാനായിട്ട് എന്തെങ്കിലും നമുക്ക് തുച്ഛമായ ശമ്പളം കിട്ടിയാലല്ലേ നമുക്ക് സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള ശമ്പളം കിട്ടുന്നില്ല. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കണം. അത് കൂടാതെ ഒരുപാട് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്. വേണ്ട വിധത്തിലുള്ള സ്റ്റാഫ് ഇപ്പം നമുക്ക് റിസൈൻ ചെയ്ത് പോയാൽ അതിനനുസരിച്ചുള്ള സ്റ്റാഫിന് ഇവരിവിടെ എടുക്കുന്നില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ലീവ് കിട്ടുന്നില്ല. നമുക്കിപ്പം ഒരു പനി വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിനൊന്ന് വയ്യാതെ വന്നാൽ നമ്മളൊന്ന് ലീവ് എടുക്കണമെങ്കിൽ ഇവിടെ എല്ലാ സൂപ്പർവൈസർമാരെ ഇൻഫോം ചെയ്യണം. നമുക്കൊരു ലീവ് കിട്ടത്തില്ല. നമ്മുടെ ഒരു ഫാമിലി കാര്യത്തിന് എമർജൻസി ആയിട്ട് പോലും നമുക്കൊരു ലീവ് എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വയ്യാതെ വന്നാലും നമ്മൾ ആ വയ്യാഴിക വെച്ചിട്ട് വന്ന് നമ്മളിവിടെ ഡ്യൂട്ടി എടുക്കുന്നു. പിന്നെ എന്തുകൊണ്ട് 40,000 രൂപ തന്നുകൂടാ ഗവൺമെൻറ്റിന്? നല്ലൊരു ഫീസ് ആളുകളുടെ നിന്ന് വാങ്ങുന്നു ഉണ്ട്, തീർച്ചയായിട്ടും വാങ്ങുന്നുണ്ട്. ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന്റെ പകുതി. നഴ്സിംഗ് ചാർജ് എത്ര രൂപയാണ് ഇവിടെ ഈടാക്കുന്നത്?
പെർ ഡേ 1500 രൂപ വെച്ച് നഴ്സിംഗ് ചാർജ് മേടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഡ്യൂട്ടി ആണെങ്കിൽ അതിന് വേറെ സെപ്പറേറ്റ് ചാർജ് മേടിക്കണം. ഇതൊന്നും ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ല. തീർച്ചയായിട്ടും എന്താണ് മാനേജ്മെന്റ്? ഞങ്ങൾക്ക് അടിസ്ഥാന ശമ്പളം 40,000 തന്നെ ആക്കണം. അതുവരെ ഞങ്ങളിവിടെ സമരം ചെയ്യും. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് സമരത്തിൻ്റെ. ഇപ്പോഴും ട്രെയിനുകൾ വെച്ച് തന്നെയാണ് അവിടെ അവർ ജോലി ചെയ്യിപ്പിക്കുന്നത്. എല്ലാ പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സുമാരും ഇവിടെ തന്നെ ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് 8 വർഷമായിട്ട് ഈ 20,000 രൂപയാണ് അടിസ്ഥാന ശമ്പളമായിട്ട് കിട്ടുന്നത്. ഞങ്ങൾ 40,000 രൂപ വരെ ആക്കുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കോ ഒന്നിനും അവർ വില്ലിങ് ആകുന്നില്ല. ആരും ഒന്നും പറയുന്നില്ല. അതുവരെ ഞങ്ങളിവിടെ സമരം ചെയ്യും. ഇവിടെ ഇപ്പം മാനേജ്മെൻറ്റ് ഇപ്പം ട്രെയിനിൽ പിള്ളേരായിട്ട് കഷ്ടപ്പെടുത്തണം. ഒരാൾക്ക് 20 പേഷ്യൻ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പം അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടപ്പാടാണ്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും 40,000 ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് കയറുന്നതാണ്. OT ഉൾപ്പെടെ ഇപ്പം എല്ലാ സ്റ്റാഫുകളും ഇറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് എല്ലാ സ്റ്റാഫുകളും ഇറങ്ങിയിട്ടുണ്ട്. കുറേ സർജറീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റാഫും OTയിലുള്ള എല്ലാ സ്റ്റാഫും ഇവിടെയുണ്ട്. ട്രെയിനുകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർ നിർത്തിയിരിക്കുന്നത്. കുറേ പേര് അബ്സ്കോണ്ട് ആവുന്ന രീതിയിലാണ്. വളരെ കഷ്ടപ്പാടാണ്. കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള വേതനമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് തന്നില്ലെങ്കിൽ ഞങ്ങൾ അതുവരെ സമരം ചെയ്യും. OT ഉൾപ്പെടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നു. എല്ലാ സ്റ്റാഫും ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിനിൽ പിള്ളേരെ വെച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഇത് കൊണ്ടുപോകുന്നത്. ഞങ്ങളിവിടെ ഇരിക്കുന്നത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞങ്ങൾ തുച്ഛമായ ശമ്പളത്തിനാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇവർ തരുന്നില്ല. ഇപ്പം ഞങ്ങളിവിടെ ഇരിക്കുന്നത് പോലും ആരും കാണുന്ന പോലുമില്ല. ഇനി നാളെ എന്താണ് ഇവർ തീരുമാനിക്കുന്നതെന്നും അറിയില്ല. ഞങ്ങളുടെ സമരം എത്രത്തോളം നീണ്ടു പോകുമെന്നും അറിയത്തില്ല. എന്നാലും ഞങ്ങൾ സമരത്തിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ അവസാനം വരെ UN-ഓടൊപ്പം തന്നെ നിൽക്കും. ഞങ്ങൾ ആരെയും ദ്രോഹിക്കാനൊന്നുമല്ല. ഞങ്ങളുടെ മാന്യമായൊരു ശമ്പളമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എല്ലാ കാര്യത്തിനും ട്രീറ്റ്മെൻറ്റും എല്ലാ ഫെസിലിറ്റീസും നല്ല പൈസ മേടിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മാന്യമായ വേതനമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളല്ലാതെ ആരെയും ദ്രോഹിക്കാനോ മാനേജ്മെൻറ്റിനെതിരെ ഒന്നുമല്ല. ഞങ്ങളുടെ സമരം ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവർ എത്രയും പെട്ടെന്ന് തീരുമാനിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ICUലും തിയേറ്ററുകളും എല്ലാം അടച്ചിട്ട് എല്ലാ നഴ്സുമാരും ഇവിടെ ഉണ്ട്. നിസ്സാരം 1-2 ട്രെയിനീസൊക്കെ മാത്രമേ വെച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉള്ളൂ. ഇന്നലെയാണെങ്കിലും വലിയ സർജറികളൊന്നും നടത്താൻ ഇവിടെ സാധിച്ചിട്ടില്ല. എല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ICUകളിലാണെങ്കിലും വെന്റിലേറ്ററുകൾ ഉൾപ്പെടെയുള്ള രോഗികൾ അവിടെയുണ്ട്. ഞങ്ങൾക്കും എത്രയും പെട്ടെന്ന് തിരിച്ചു കയറണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഒരു ദിവസം പോലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളും പരിപൂർണമായി വർക്ക് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളൊരു ദിവസവേതനമായിട്ടുള്ള 1333 രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് ചോദിക്കുന്നത്. ഞങ്ങളിവിടെയുള്ള വേറെയുള്ള ജോലിക്കാർക്ക് അതിൽക്കും കൂടുതൽ ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട് മറ്റുള്ള ജോലിക്കാർക്കൊക്കെ. ഞങ്ങളും എല്ലാവരെയും പോലെ മാന്യമായി ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ തുക ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ഞങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും എല്ലാവരും ഇതിനു വേണ്ടി തന്നെയാണ് സമരം ചെയ്യുന്നത്. ഇത് ഞങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് എല്ലാ നേഴ്സുമാരും ഒരുപോലെ പറയുന്നത്. അവരുടെ ഈ ഒരു അവകാശം നേടിയെടുക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ പൊരിവെയിലത്ത് പോലും അവർ തളരാതെ, ആവേശം ഒട്ടും ചോരാതെ ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം VPS ലേക്ക് ഷോർ വലിയ മുതലാളിയുടെ ഒരു ഹോസ്പിറ്റലാണ്. അവർ വിചാരിച്ചാൽ തീർക്കാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊന്നും ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. ഈ പൊരിവെയിലിൽ അവർക്ക് ഒരു ദാഹശാന്തിക്ക് വേണ്ടിയിട്ട് ഇപ്പം ദാഹശമനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വെള്ളം നാരങ്ങ വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ ചെറിയ ബിസ്ക്കറ്റൊക്കെ അവരുടെ വിശപ്പും ദാഹവും ഒക്കെ മാറ്റുവാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ ഹാരിസ് കൂടി ചെയ്യുന്നുണ്ട്. ഹാരിസ്, എങ്ങനെയാണ് ജില്ലയിലെ ഒരു സമരം എങ്ങനെയുണ്ട്? ജില്ലയിലെ സമരം അതിശക്തമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ലക്ഷർ ഹോസ്പിറ്റലിലെ സമരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേവലം 1333 രൂപ ദിവസവേതനം ചോദിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന നേഴ്സുമാർ പുച്ഛിക്കുന്ന ഒരു നിലപാടാണ് സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകളായിട്ടുള്ള KPH പോലെയുള്ള അസോസിയേഷൻ സ്വീകരിക്കുന്നത്. ശക്തമായിട്ട് സമരം മുന്നോട്ട് പോകും. ഈ സമരത്തിൽ നീതിയുടെ പക്ഷം നേഴ്സുമാർക്കൊപ്പമാണ്. കേരളത്തിലെ നേഴ്സുമാർ അത് അർഹരാണ്. ആ ശമ്പളത്തിന് ആ ഒരു വേതനമെങ്കിലും ഉണ്ടെങ്കിലാണ് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ സമരം വിജയിക്കാതെ ഒരടി ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പറഞ്ഞ പോലെ തന്നെ ഒരടി പോലും പിന്നോട്ട് അവർ പോകില്ല. ഈ ഒരു സമരം വിജയിക്കും വരെ ആ രീതിയിലാണ് ഇപ്പോൾ നേഴ്സുമാരെല്ലാവരും 500ഓളം നേഴ്സുമാരാണ് ഇപ്പോൾ VPS ലേക്ക് ഷോറിൻ്റെ മെയിൻ ഗേറ്റിന് മുമ്പിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 200ഓളം പേരാണ് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൽ അവരെല്ലാം ഈ UNAയിൽ അംഗമല്ലാത്ത ആൾക്കാരാണ്. അത് മാത്രമല്ല ട്രെയിനീസ് ആയിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ സ്റ്റുഡൻസിനെയൊക്കെ വെച്ചിട്ട് ഇത്തരത്തിൽ അവർ ഇവിടെ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാണ്
ഈ നേഴ്സുമാർ തന്നെ ആരോപിക്കുന്നത്. അത്തരത്തിൽ ജോലി ചെയ്യിക്കാൻ പാടില്ല. ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാണ്. അവിടുത്തെ ഓപ്പറേഷൻ എല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. കാരണം പരിചയസമ്പന്നരായ നേഴ്സുമാരില്ല. ട്രെയിനീസിനെ വെച്ച് ഒരിക്കലും ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. ICUവിലും അതുപോലെ തന്നെ ട്രെയിനീസിനെ വെച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കൂടാതെ വാർഡുകളിലൊക്കെ ഒരു ട്രെയിനിയായ നേഴ്സ് നോക്കേണ്ടത് 10ഉം 11ഉം നേഴ്സുമാരെയൊക്കെയാണ്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ആശുപത്രികൾ കടന്നു പോകുന്നത്. രോഗികളെല്ലാവരും തന്നെ വലിയ ആശങ്കയിൽ തന്നെയാണ്. എന്തായാലും എത്രയും വേഗം തന്നെ ഈ ഒരു സമരം അവസാനിപ്പിക്കുവാനുള്ള നടപടികളുണ്ടാകണം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ രീതിയിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ആരോഗ്യ മേഖല പൂർണ്ണമായും സ്തംഭിക്കുന്ന രീതിയിലേക്ക് UNAയുടെ സമരം നീണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്നും ജസ്റ്റിൻ വർഗീസിനോടൊപ്പം RP യൂഷ്, മറുനാടൻ മലയാളി.